ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നിഷ ചൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. തേങ്ങാപ്പാലോ ഈസ്റ്റോ ഒന്നും ചേർക്കാതെ നമുക്ക് അപ്പം എങ്ങനെ സോഫ്റ്റായിട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണേ. കൂടെ ആ ലൈക്കും ഷെയറും കൂടി ചെയ്യണേ. ഞാൻ ഇന്നിവിടെ അരി അരച്ചിട്ടാട്ടോ അപ്പം ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 3 ഗ്ലാസ് പച്ചരിയും 1/4 ഗ്ലാസ് ഉഴുന്നുമാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ഒരു 5 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. ഇവിടെ ഞാൻ 2 ഗ്ലാസ് ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ചോറ് നല്ലതുപോലെ അരഞ്ഞതിന് ശേഷമാണ് ഞാൻ അരി ഉഴുന്ന് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അത് നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. മിക്സിയിൽ അരയ്ക്കുകയാണെങ്കിൽ ഈ ചോറും അരിയും ഉഴുന്നെല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് നമുക്ക് അരയ്ക്കാൻ പറ്റും. പെട്ടെന്ന് തീരും. ഈ ഗ്രൈൻഡറിലാകുമ്പോൾ കുറച്ച് സമയം എടുക്കും അരയ്ക്കാനായിട്ട്. അരി അരയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ഒരു 4 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. രാവിലെ നമുക്ക് അപ്പം മാവൊക്കെ ഇങ്ങനെ തുറക്കുമ്പോൾ നല്ല ഏലക്കയുടെ ഒരു നല്ലൊരു സ്മെല്ലുണ്ടാവും. ഏലക്കയുടെ സ്മെല്ല് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ 2 സ്പൂണ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പഞ്ചസാരയുടെ അളവ് വേണമെങ്കിൽ കൂട്ടാട്ടോ. കുറച്ചുകൂടി മധുരം വേണമെങ്കിൽ പഞ്ചസാര ഒന്നുകൂടി കൂടാം. 4 സ്പൂണൊക്കെ ആയിക്കോളും. അപ്പോൾ ഇതേ നമ്മുടെ അരി നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ മാവൊന്ന് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുമ്പോഴേ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മൂടി വെക്കണേ. ഞാനിവിടെ മൺകലമാണ് എടുത്തിരിക്കുന്നത്. മൺകലത്തിലാണ് മാറ്റി വെച്ചിരിക്കുന്നത്. ഇതേ മാവ് നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി രാവിലെ ഇളക്കി കൊടുത്താൽ മതിയാവും. മാവ് ചിലപ്പോൾ പൊങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിയിൽ ഒരു പാത്രം വെച്ച് കൊടുക്കണം, നല്ലതായിരിക്കും. ഇപ്പോൾ സമയം രാവിലെ 6:30. നമ്മുടെ മാവ് ദേ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഉണ്ടാക്കി നോക്കിയാലോ. എപ്പോഴും അപ്പം ഉണ്ടാക്കുമ്പോഴേ ഭയങ്കര ടെൻഷനാണ്. കറക്റ്റായിട്ട് വരുമോ ഇല്ലയോ എന്നുള്ളതിലേ. കുഴപ്പമില്ല കേട്ടോ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ അതേ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടപ്പം കൂടെ മുട്ടക്കറിയും നല്ല ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.